മക്കൾക്ക് വേണ്ടി പല ത്യാഗങ്ങളും ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ ബീഹാർ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ ഒരു നീക്കമാണ് രാഷ്ട്രീയ ജനതാദൾ RJD നടപ്പാക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്ന മകൻ തേജസ്വിനി പ്രസാദ് യാദവിന് വേണ്ടി പാർട്ടി സ്ഥാപകനും പിതാവുമായ ലാലു പ്രസാദ് യാദവ് പ്രചാരണ പോസ്റ്ററുകളിൽ മറ്റു വേദികളിൽ നിന്നും മനഃപൂർവ്വം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ലാലു പ്രസാദ് യാദവിന്റെ ഭരണകാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജംഗിൾ രാജ് എന്ന ആഖ്യാനത്തെ പ്രതിരോധിക്കാനും പാർട്ടിക്ക് ഒരു പുതിയ മുഖം നൽകാനുമാണ് RJDയുടെ ഈ തന്ത്രം. ഇന്ത്യൻ ബ്ലോക്കിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വിനി യാദവിനെ മാത്രമാണ് ഉയർത്തിക്കാട്ടുന്നത്. പാർട്ടി പോസ്റ്ററുകളിൽ നിന്ന് ലാലു പ്രസാദിന്റെ ചിത്രം പൂർണ്ണമായി ഒഴിവാക്കി പകരം ബീഹാർ കാ നായക് ആയി ഇതിലൂടെ തേജസ്വിനിയെ ചിത്രീകരിക്കുന്നു. ജംഗിൾ രാജ് എന്ന ആഖ്യാനത്തെ പ്രതിരോധിക്കാൻ ലാലു പ്രസാദ് യാദവിനെ പ്രചരണ പോസ്റ്ററുകളിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് തേജസ്വിനി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി RJD തന്ത്രപരമായി ഉയർത്തിക്കാട്ടുകയാണ്. ഒരു കണക്ക് കൂട്ടിയ തിരഞ്ഞെടുപ്പ് തന്ത്രമായി തോന്നുന്ന വിധത്തിൽ RJD തങ്ങളുടെ പ്രചരണ ശ്രദ്ധ മുഴുവൻ ഇന്ത്യൻ ബ്ലോക്കിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട തേജസ്വിനി പ്രസാദ് യാദവിലേക്ക് മാറ്റുകയും പാർട്ടി സ്ഥാപകൻ ലാലു പ്രസാദ് യാദവിനെ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും മനഃപൂർവ്വം മാറ്റി നിർത്തുകയും ചെയ്തിരിക്കുന്നു. പാർട്ടി പോസ്റ്ററുകളിൽ നിന്ന് ലാലു പ്രസാദിന്റെ അഭാവം ശ്രദ്ധേയമാണ്. ഇപ്പോൾ ബീഹാറിന്റെ നായക് ആയി ചിത്രീകരിക്കപ്പെട്ട ഒരു പ്രബല തേജസ്വിനിയാണ് ഇതിൽ കാണുന്നത്. അധികാരത്തിലെത്തിയ വലിയ പരിഷ്കാരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു നേതാവ്. എന്നിരുന്നാലും മുൻ മുഖ്യമന്ത്രി റാബ്രി ദേവി രഘോപുറിനെ പ്രചരണ പാതയിൽ പ്രത്യക്ഷപ്പെട്ടു. തേജസ്വിനി 2025-30, തേജസ്വിനി ഭരോസ ഹെ, ബിഹാർ കാ നായക്, തേജസ്വിനി പഠിത് മിൽക്കർ, ബദ്ലെഹെംഗെ ബീഹാർ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ RJDയുടെ പ്രചരണ സാമഗ്രികളിൽ കാണാം. ആത്മവിശ്വാസമുള്ള പ്രവർത്തന നിരതനായ നേതാവിന്റെ ആഖ്യാനത്തെ ഇത് അടിവരയിടുന്നു. തെറ്റായ പ്രവൃത്തികളിൽ ഉൾപ്പെട്ടതായി കണ്ടെത്തിയാൽ തന്റെ നിഴൽ പോലും താൻ വെറുതെ വിടില്ല എന്ന് തേജസ്വിനി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. 2020 തേജസ്വിനി അധികാരത്തിന്റെ അരികിലെത്തിയപ്പോൾ വെറും 12 സീറ്റുകൾക്കും ഏകദേശം 11,000 വോട്ടുകളുടെ വ്യത്യാസത്തിന് തോറ്റു. RJD എത്ര ഗൗരവപരമായി പാഠങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നതിന്റെ സൂചന കൂടിയാണിത്. മുൻകാല തെറ്റുകൾ ആവർത്തിക്കരുതെന്ന് ദൃഢനിശ്ചയം ചെയ്ത യുവ നേതാവ് ഇത്തവണ കൂടുതൽ പോസിറ്റീവ് ടോൺ സ്വീകരിക്കുന്നു. റാലികളിൽ തേജസ്വിനി തന്റെ സന്ദേശം ജോലികളിലും ഭരണ പരിഷ്കാരങ്ങളിലും കേന്ദ്രീകരിച്ചു. എല്ലാ വീടുകളിലും തൊഴിൽ വാഗ്ദാനം ചെയ്യുക, ഔട്ട്സോഴ്സിംഗ് അവസാനിപ്പിക്കുക, കരാർ പ്രകാരം സർക്കാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക, എതിരാളികളായ നേതാക്കൾ ഇളക്കിവിടുന്ന വിവാദങ്ങൾ ഒഴിവാക്കി വികസനത്തിനും അവസരത്തിനും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എനിക്കൊരു അവസരം തരൂ, കഴിഞ്ഞ 20 വർഷമായി ചെയ്യാത്തത് വെറും 20 മാസത്തിനുള്ളിൽ ഞാൻ ചെയ്യും. തേജസ്വിനി തന്റെ അനുയായികളോട് പറയുന്നത് ഇങ്ങനെയാണ്. തേജസ്വിനിയുടെ നേതൃത്വത്തിലും ശുഭാപ്തി വിശ്വാസത്തിലുമുള്ള ഏക ശ്രദ്ധ പാർട്ടിയുടെ മുൻകാല പ്രതിച്ഛായ ഇല്ലാതാക്കാനും ബീഹാറിലെ അഭിലാഷമുള്ള വോട്ടർമാരെ വീണ്ടും ഒന്നിക്കാൻ സഹായിക്കുമെന്ന് RJD പ്രതീക്ഷിക്കുന്നു.